അതിഥി എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? അതോ അവൾ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നതാണോ? അല്ല, അവൾ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് സത്യം തന്നെയാ. ഞാൻ അവളുടെ ഇഷ്ടം സീരിയസ് ആയിട്ട് എടുക്കാത്തതുകൊണ്ടാണോ ഇനി അങ്ങനെ? ഞാൻ അവളോട് അങ്ങനെയൊക്കെ റിയാക്ട് ചെയ്തുകൊണ്ട് അവളല്ല ആരാണെങ്കിലും ഇങ്ങനെ തന്നെ പെരുമാറുള്ളൂ. അവളിപ്പോ എന്നോട് ചെയ്യുന്ന എന്താണെങ്കിലും അത് ശരി തന്നെയാ. പക്ഷെ അവൾ എന്നോട് സംസാരിക്കാത്തതിന് എനിക്ക് എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു പ്രശ്നം? എന്തിനാ ഞാനിത് സീരിയസ് ആക്കുന്നത്? മുൻപൊന്നും എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അതിഥി അല്ലാതെ മറ്റേത് പെൺകുട്ടിയാണ് ഇങ്ങനെ ചെയ്തതെങ്കിലും എനിക്ക് ഈ പ്രശ്നം ഉണ്ടാവുന്നതല്ല. ഏയ്, ചാവാൻ എന്റെ വണ്ടി കിട്ടിയോളോ, മാറി നിക്ക്. എടാ പൊട്ടാ, ഞങ്ങള് ചാകാൻ വന്നതല്ല, ചാകാൻ പോകുന്നത് നീ ആകാണ്ട് നോക്കിക്കോ. തോന്നിവാസം പറയരുത്, മാറി നിക്ക്. എടാ മോനെ, വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്താ ഞങ്ങൾക്ക് ഡൗട്ട് വരില്ല എന്ന് കരുതിയോടാ. നീ ആ സ്റ്റാൻഡിലുള്ളവരോട് കാശ് വെച്ചെന്ന് കേട്ടല്ലോടാ. നീ ഞങ്ങളെ പറ്റിക്കാന്നാണോടാ കരുതിയത്? നീ വാങ്ങിയ കാശിന്റെ വീതം ഞങ്ങൾക്ക് എന്താ? എന്നിട്ട് വേണേ നീ പൊയ്ക്കോ, കാണിച്ചു തരാൻ നിന്നെ. ചെല്ലേ, ബാക്കി ഉണ്ടാവരുത്. ഞങ്ങളോട് കളിക്കാറായോ? അതെ, നിന്നോട് കാശ് മാത്രം വാങ്ങിയാ മതിയെന്നാ വിചാരിച്ചത്. ഇനി നിന്നെ ഞങ്ങൾ ജീവനോടെ വിടില്ല. വരണടാ. എന്റെ നേരെ കയ്യോങ്ങുന്നോ? അത്രയ്ക്ക് ധൈര്യം? ഇന്നത്തോടെ നിന്റെ അവസാനാടാ. വേദാന്തിനെ വെയിറ്റ് ചെയ്യണോ? ഈ സമയത്ത് വരേണ്ടതാണല്ലോ, എന്താ കാണാത്തെ? അല്ല, ഞാൻ എന്തിനാ വേദാന്തിനെ വെയിറ്റ് ചെയ്യുന്നേ? പിന്നെ നിന്നെ വേഗാവട്ടെ വേഗാവട്ടെ എന്ന് പറഞ്ഞ് അവിടെയുള്ളവരൊക്കെ ധൃതി പിടിച്ച് ഒരുക്കി ഇങ്ങോട്ട് വിട്ടത് അതെന്തിനാന്ന് പറ. അത് പിന്നെ കണ്ണൻചേട്ടൻ ക്യാഷ് വാങ്ങാൻ പോയിട്ട് ഒരു വിവരം വിളിച്ചു പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ വേഗം വന്നത്. അതുമാത്രല്ല, ഈ സ്ഥലത്തിന്റെ ഓണർക്ക് വേഗം ക്യാഷ് കൊടുക്കാന്ന് ഞാനും വേദാന്തം വാക്ക് പറഞ്ഞതായിരുന്നു. ഈ ക്യാൻറ്റീൻ ഉദ്ഘാടനത്തിന് മുമ്പ് എന്തായാലും ഇതിന്റെ അഡ്വാൻസ് കൊടുത്തേ പറ്റുള്ളൂ. അഡ്വാൻസിന്റെ കാര്യമൊന്നും ആലോചിക്കണ്ട അമ്മോ. ധ്രുവന് എമൗണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ തന്നെ കൊടുക്കില്ലേ? അത് ശരിയാവില്ല ചേട്ടാ. അത് ശരിയായില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ധ്രുവന്റെ കാര്യമൊന്നും ആലോചിക്കണമല്ലോ.
ഇപ്പൊ പോയതല്ലേ, ഇതുവരെ വന്നില്ല. റെഡി ആയിരിക്കുന്ന കാശ് കളക്ട് ചെയ്യാനായിട്ട് ഇത്രയും സമയം വേണോ? അല്ല, അവിടേക്ക് പോകാനായിട്ട് ദൂരമുണ്ടോ? ഇല്ല ഇല്ല, അധികം ദൂരമൊന്നുമില്ല. ആ ഇത് കൊള്ളാലോ, അലങ്കാരൊക്കെ കലക്കിണ്ടല്ലോ, അസലായി. ഡെക്കറേഷൻ മാത്രമല്ല സാർ, ഇന്നത്തെ ഫുഡൊക്കെ വളരെ നന്നായിരിക്കും. നിങ്ങൾ കറക്റ്റ് സമയത്താ വന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞ ഇനോഗ്രേഷനാ, എല്ലാവരും ഇപ്പൊ തന്നെ വരും. അതൊക്കെ ശരിയാ മോനെ, പക്ഷേ നമുക്ക് ഒരാളെ ഇങ്ങടേക്ക് വരണം, നിങ്ങക്ക് അറിയാലോ അല്ലേ? അയ്യോ അങ്കിൾ, അത് ഞങ്ങളുടെ വാക്കല്ലേ, കറക്റ്റ് ആയിട്ട് തരും. ഞങ്ങള് വാക്ക് പറഞ്ഞ വാക്ക. കണ്ണൻചേട്ടൻ ക്യാഷ് വാങ്ങാൻ വേണ്ടി പോയിരിക്കുക. ഇപ്പൊ ആളിങ്ങെത്തും. ഉദ്ഘാടനം കഴിയുന്നവരെ അങ്കിൾ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവണം. വരൂ, അവിടെ ഇരുന്നോളൂ. വളരെ നന്നായിട്ടാണല്ലോ മോള് സംസാരിച്ചേ. ദൈവം നിങ്ങക്ക് നല്ലത് തന്നെ തരും കേട്ടാ. ആയിക്കോട്ടെ. ചേട്ടാ, ഡേയ്, ആരാടാ നീ? ഞാൻ ആരാണെന്ന് അറിയാതെ നീ എന്റെ കൈ കയറി പിടിച്ചിരിക്കുന്നത്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. കൈ വിടറാ. എന്നെ സംബന്ധിക്കാത്ത വിഷയമാണെങ്കിൽ പോലും ഞാൻ ചുമ്മാ ഇരിക്കില്ല. പക്ഷെ നീ ഇപ്പൊ തൊട്ടത് എന്റെ സ്വന്തം അനിയനെയാ. അപ്പൊ നിന്നെ ഞാൻ വെറുതെ വിടോ? എന്താണ് വെറുതെ നോക്കിയിരിക്കുന്നത്? രണ്ടിനും വെറുതെ വിടരുത്. നിങ്ങളാകെ 3 പേരല്ലേ ഉള്ളൂ. എനിക്കതുകൊണ്ട് അധിക സമയം വേണ്ടി വരില്ല. ഏയ്, ആരാടാ ഇവൻ? ഭയങ്കര ഡയലോഗ് ബിൽഡപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ഒരെണ്ണം തന്നാലുണ്ടല്ലോ. പറഞ്ഞാ മനസ്സിലാവില്ല അല്ലേ?
നിങ്ങളെ തീർക്കാൻ എനിക്ക് അധികം സമയം വേണ്ട. പക്ഷെ ശത്രുക്കളായാലും ഒരു ചാൻസ് കൂടെ കൊടുക്കണമെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിടുവാ. എന്റെ ശരീരത്തിൽ കൈവച്ചിട്ട് ഇവിടെ മര്യാദക്ക് ജീവിക്കാമെന്ന് കരുതണ്ട. നിക്കണോ, ഞാനും വരുന്നു. ചേട്ടാ ഒരു മിനിറ്റ്. താങ്ക്സ് ചേട്ടാ. ഞാനിവിടെ ഉണ്ടെന്ന് ചേട്ടൻ എങ്ങനെ മനസ്സിലായി? നീ അഹങ്കാരം കൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോഴേ തോന്നി എന്തേലും പ്രശ്നത്തിൽ പോയി ചാടുവെന്ന്. ആൻഡ് ബൈ ദ വേ, ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് നിന്നെ രക്ഷിച്ചത് എനിക്ക് നിന്നോട് സ്നേഹം കൂടിയിട്ടാന്നൊന്നും നീ കരുതണ്ട. ക്യാൻറ്റീൻ തുടങ്ങാനുള്ള കാശ് നിന്റെ കയ്യിലായിപ്പോയി, അതുകൊണ്ട് മാത്രം. ശരി, കാറിൽ പോവാൻ വാ. ചേട്ടാ ഓട്ടോ. നിന്റെ ഓട്ടോ സൈഡിൽ പാർക്ക് ചെയ്യ്, പിന്നെ ആളെ വിട്ട് എടുപ്പിക്കാം. ശരി ചേട്ടാ. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും മനസ്സിലെന്താണെന്ന് എനിക്കറിയാം. എന്നെക്കുറിച്ച് കെയറിങ് ഉള്ളതുകൊണ്ടാണ് ചേട്ടൻ വന്നത്. അത് മനസ്സിലാക്കാതിരിക്കാൻ ഞാൻ പൊട്ടനല്ല. എന്നെക്കുറിച്ച് കെയർ ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോയിൽ വരാനല്ലേ പറയൂ, എന്തിനാ കാറിൽ വരാൻ പറഞ്ഞു? ഇപ്പൊ എനിക്ക് സത്യത്തിൽ സന്തോഷമായി. കുറച്ച് നാളായിട്ട് ഞങ്ങളുടെ ബോസ് സ്ഥിരം വരുന്ന വീടായത്. ഈ വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നീറ്റായിട്ട് സ്കാൻ ചെയ്യണം. എനിക്ക് എപ്പോഴേ ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് കിട്ടുമെന്ന് അറിയില്ലല്ലോ. അങ്കിൾ ആൻറ്റി. എന്താ മോനെ സുമേഷേ? എന്താ മോനെ, എന്താ പെട്ടെന്ന് ഞെട്ടിയത്? അയ്യോ, ഞെട്ടിയതല്ല അങ്കിളെ. ആക്ച്വലി എന്റെ ഫുൾ നെയിം എന്താണെന്ന് എല്ലാവരും മറന്നെന്ന് തോന്നുന്നു. മറ്റുള്ളവരുടെ കാര്യം വിട്ടേക്ക്, ചിലപ്പോ ഞാൻ തന്നെ മറന്നു പോകും. അതുകൊണ്ട് തന്നെ എന്റെ ഫുൾ നെയിം പറഞ്ഞ് ആരെങ്കിലും എന്നെ വിളിച്ചാ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോകും. നിന്റെ ഈ തമാശയൊക്കെ കൊള്ളാമല്ലോ. ഞാൻ അതിനാണല്ലോ ഫേമസ് ആയത്. അല്ല അതൊക്കെ പോട്ടെ, മോനെന്താ പെട്ടെന്ന് വിളിച്ചിട്ട് വേഗം റെഡിയാക്കിയോ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞത്? എന്താടാ കാര്യം? അല്ല പക്ഷെ അങ്ങനെയല്ല. ഞാൻ നിങ്ങളെ സ്നേഹം കൂടുതലുള്ളതുകൊണ്ട് ചെറിയമ്മേന്ന് വിളിക്കാം. ഓങ്കിൾ അല്ല അങ്ങനെയല്ല, ചെറിയച്ചാന്ന് വിളിക്കാം. നീ എന്ത് വേണേലും വിളിച്ചു മോനെ, ഒരു പ്രശ്നവുമില്ല. നോക്കൂ ചെറിയച്ച, ചെറിയമ്മേ, എന്റെ ബോസ് എന്താണോ പറയുന്നത് അതിലൊരു ചോദ്യം പോലും ഇല്ലാതെ ഞാൻ എല്ലാം അനുസരിക്കും. നിങ്ങളെ റെഡിയാക്കി അദ്ദേഹം പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അതുപോലെ അനുസരിക്കുന്നു. അത് വിട്ട് നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും അതിനുത്തരം പറയാനുള്ള ശരിയായ വ്യക്തി ഞാനല്ല. ഓ അങ്ങനെയാണോ? ശരി മോനെ. എന്റെ ബോസ് നിങ്ങളുടെ മോളുമായിട്ട് പ്രണയത്തിലാണെന്ന് നന്നായി അറിയാവുന്നോണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. കാര്യം എന്താണെന്നുള്ളൊരു സൂചന പോലും വേദാന്ത് തന്നില്ല നിനക്ക്? വേദാന്ത് എന്ത് പറഞ്ഞാലും ആലോചിക്കാതെ പറയില്ലല്ലോ. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ കാര്യം അറിയാതിരിക്കുമ്പോ നമുക്ക് എന്തായാലും ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. പോയി കഴിഞ്ഞാൽ നമുക്ക് കാര്യം അറിയാൻ പറ്റുമല്ലോ. പിന്നെ എന്താ, ഇനി ആലോചിച്ച് നിൽക്കണ്ട, നമുക്ക് പോയാലോ? എല്ലാം ദൈവത്തിന്റെ കാര്യം. എന്റെ കൂടെ വരുന്നതിന് ദൈവത്തെ എന്തിനാ വിളിക്കുന്നത്? ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ, എല്ലാം ദൈവത്തിന്റെ ഇഷ്ടം പോലെ എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. നടക്കും മോനെ സുമേഷ്. നിങ്ങളിപ്പോ റെഡിയാണെങ്കിൽ ഞാൻ മുൻപേ തന്നെ റെഡിയാണ് ചെറിയച്ച. പുഷ്പന്റെ വിമാനം അല്ല പുഷ്പക വിമാനം റെഡിയാക്കിയാൽ മാത്രം മതി. വാ ഇങ്ങോട്ട്, വാ വാ. പോന്നോട്ടെ പോന്നോട്ടെ പോന്നോട്ടെ. അമ്മോ, എന്താ എല്ലാം നന്നായിട്ട് നടന്നല്ലേ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അത് പിന്നെ ഏടത്തി കണ്ണൻചേട്ടൻ. അവന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അവൻ ഇങ്ങ് വന്നോളൂ. ഇതൊക്കെ ഓർത്താണ് ടെൻഷൻ അടിക്കുന്നേ? അവൻ ഈ നാട് വിട്ട് ഒരുപാട് നാള് പുറത്തുണ്ടായിരുന്നല്ലേ, അവൻ വന്നോളൂ. അതൊക്കെ ശരിയാ ഏടത്തി, പക്ഷെ എനിക്കെന്തോ സമയം കഴിയുന്തോറും ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുക. കണ്ണൻചേട്ടൻ ആലോചിക്കുമ്പോ അത് അത്ര വലിയ പ്രശ്നമൊന്നും ആയിരിക്കില്ല. സത്യത്തിൽ ടെൻഷൻ അടിക്കാനുള്ള ഒരു വിഷയം പോലും ഉണ്ടാവില്ല. എന്നാലും ആ സമയം വരെ ഒരു സമാധാനം ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. സത്യത്തിൽ എനിക്കിപ്പോ അത്ഭുതമാണ് അമ്മ തോന്നുന്നേ. എന്താന്നറിയോ, നിന്റെയും ചേട്ടന്റെയും കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടും നിനക്ക് ഇത്രയധികം ടെൻഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഈ കാര്യത്തിന് ഇത്രയധികം ടെൻഷൻ അടിക്കുകയും ചെയ്യുന്നു.
സോറി എടുത്തി. ആ കാര്യം എന്തായാലും ഏട്ടത്തി അറിഞ്ഞത് നന്നായി. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ വീട്ടിലറിഞ്ഞ് നേരെ പിടിച്ചോണ്ട് പോയി കല്യാണം തന്നെ നടത്തിയേനെ. അതൊന്നും സാരമില്ല അമ്മു, എല്ലാം എനിക്ക് മനസ്സിലാവും. ഞാൻ വെറുതെ നിന്നെ പറ്റിക്കാൻ വേണ്ടിയല്ലേ ഓരോന്ന് ചെയ്തേ. നിങ്ങൾ ഓരോന്ന് കാണിക്കുമ്പോ തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഡൗട്ട് മാത്രമല്ല, നിങ്ങൾ ഒന്നാവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ തമ്മിൽ പരസ്പരം ഉള്ളിലുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ആ വിഷയത്തില് എന്നേക്കാൾ സന്തോഷിക്കുന്നത് വേറെ ആരും ഉണ്ടാവില്ല. ഏടത്തേക്കാളും സന്തോഷം വേറെ ആർക്കും ഉണ്ടാവില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഒരാളെ കണ്ടിട്ടില്ല. എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഏടത്തി. എന്താ മോളെ, എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാ? പോയിട്ട് വരെ പണിയുണ്ടെന്നേ. കാശ് ഇവിടെ. ആ അങ്കിൾ, ഞാനും അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നേ. അവര് വന്നാൽ ഉടനെ ക്യാഷ് തരാം. എന്നെ പറ്റിക്കില്ലല്ലേ? വാക്ക് മാറുന്ന ആളുകളൊന്നും അല്ല അങ്കിളെ ഞങ്ങള്. ഞങ്ങള് സത്യം പറഞ്ഞ രാജാക്കന്മാരുടെ വംശത്തിലുള്ളവരാ. പറയുന്ന വാക്കിന് എപ്പോഴും വിലയുണ്ടാവും. വാക്ക് വലിച്ചേ നന്നായി ജീവിക്കണവര് നല്ല മനുഷ്യരായിരിക്കും മോളെ. അത് നോക്ക്, അവര് വന്നു കഴിഞ്ഞു. ഓ, എത്തിയോ? ധ്രുവ, എന്താ പറ്റിയ? എന്തു പറ്റി? എന്താ പറ്റിയേ? എന്താ നിനക്ക് പറ്റിയത്? അയ്യോ, നടന്നതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഇപ്പൊ സമയമില്ല. ഗോഡ്സ് ഗ്രേസ്, പേടിക്കാനൊന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും മനസ്സിലായില്ല ചേട്ടാ. സിമ്പിൾ ആയിട്ട് പറഞ്ഞ ആർക്കും ഒന്നും പറ്റിയിട്ടില്ല മോളെ. നോ പ്രോബ്ലം. അഡ്വാൻസ് കൊടുക്ക്. പോയി ഓണർ കൊടുക്ക്. ഇതാ അങ്കിൾ. വാക്കെന്ന് പറഞ്ഞ ഇതാ. ദൈവം നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരുത്തൂ. എങ്കിൽ ഞാൻ പോട്ടെ. അല്ല, ആ ഓണർ ഇവിടെ കാണാനില്ലല്ലോ. ഞാൻ ക്യാഷ് എടുക്കാൻ വേണ്ടി പോയിരിക്കായിരുന്നു. വേഗം തന്നെ വന്നോണ്ട് എല്ലാം കഴിഞ്ഞു. അത് ശരി. കണ്ണൻ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? എടി, നീ എന്തിനാ അഞ്ജുനെ പോലെ കുറെ ഡ്രാമ കാണിക്കുന്നേ? കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ അങ്ങ് നിർത്തിക്കൂടെ? വേദ, കണ്ണൻചേട്ടന്റെ മുഖം കണ്ട ശരിക്കും ഒരു ഫൈറ്റ് നടന്ന പോലെ ഉണ്ടല്ലോ. നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ അല്ലേ? അങ്ങനെ അവിടെ വലിയൊരു ഫൈറ്റ് നടന്നിട്ടുണ്ടെങ്കിലേ ഓപ്പോസിറ്റ് നിന്ന് ഫൈറ്റ് ചെയ്ത ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. എന്താന്ന് വെച്ചാലേ, നീ തന്ന ഈ ചരട് എന്റെ കയ്യിലുള്ളപ്പോ ആർക്കെങ്കിലും എന്നെ തൊടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എന്താ ഇവിടെ നടക്കുന്നേ? എല്ലാരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? എന്താ മോളെ ഇതൊക്കെ? എന്താ ഇത് നോക്ക് ചെറിയച്ചാ. ഇന്നത്തെ പ്രോഗ്രാമിന്റെ ആതിഥേയരും നിങ്ങൾ തന്നെയാ. ഇങ്ങനത്തെ ചാൻസ് ആർക്കും കിട്ടില്ല. എന്താ മോളെ ഇത്? അച്ഛമ്മേ, അങ്ങോട്ട് നോക്ക്. അച്ഛാ, അമ്മേ വന്നേ. എന്താ മോളെ ഇതൊക്കെ? എന്താ ഇതൊക്കെ? വാ പറയാം. വാ. വാ അച്ഛാ.
നിക്ക്. എടി അതിഥി വേഗം വാ. ഇതാ വരുന്നു, നിക്ക്. എടുത്തോ അച്ഛാ. അമ്മു എന്താ മോളെ ഇതൊക്കെ? അച്ഛൻ അതേ റിബൺ കട്ടി എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം. കട്ട് ചെയ്താലല്ലേ കാര്യം എന്താണെന്ന് മനസ്സിലാവും. വെയിറ്റ് ഞാനിവിടെ ഉണ്ടേ. എല്ലാവരും ഉണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ തീരെ വിചാരിച്ചില്ല. എന്റെ മക്കൾ എനിക്ക് വേഗമാ റിബൺ കട്ടി, മുഹൂർത്തം കഴിയാൻ പോവാ. പ്രമി